ബഹുമാനപ്പെട്ട അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സിദ്ദീഖ് മേപ്രമ്പത്ത്, ഈ പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പെരുമ്പാവൂരിന്റെ ജനകീയനായിട്ടുള്ള MLA പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ TM സക്കീർ ഹുസൈൻ, KPCCയുടെ മൈനോറിറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ, പ്രിയപ്പെട്ട ജിൻഷാദ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇന്ന് ഞാൻ നമ്മുടെ അഭിനെ വിളിച്ചു. അഭിനോട് പറഞ്ഞത് എൽദോസിന്റെ കൂടെയാണ്. അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞു, MLA ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 100 വീട് കയറുകയാണ്. അടുത്ത 150 ദിവസം കൊണ്ട് 15,000 വീടുകളെങ്കിലും അല്ല ഈ മണ്ഡലത്തിൽ കയറാൻ പോവുകയാണ്. ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന ഒരു വലിയ ജനസമ്പർക്ക പരിപാടിക്ക് നിങ്ങളുടെ MLA തുടക്കം കുറിച്ചിരിക്കുന്നു. എനിക്കത് കേട്ടപ്പോൾ വലിയ ആശ്ചര്യം തോന്നി. കാരണം ഇത്രയും ദിവസം തുടർച്ചയായി ഓരോ ദിവസവും 100 വീടെങ്കിലും ഏറ്റവും മിനിമം കയറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഠിനമായ പ്രയത്നം ആവശ്യമുണ്ട്, കമ്മിറ്റ്മെന്റ് ആവശ്യമുണ്ട്, ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത, ആഴത്തിലുള്ള ഒരു ജനപ്രതിനിധിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിരന്തരമായി ഓരോ ദിവസവും 100-ലധികം വീടുകൾ കയറുക എന്നുള്ളത്. പക്ഷേ എൽദോസ് അതിമനോഹരമായി ആ മിഷൻ, അദ്ദേഹത്തിന്റെ വിഷനോട് കൂടിയിട്ടുള്ള മിഷൻ, അതുമായി മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലായതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനിവിടെ കടന്നു വന്നപ്പോ എൽദോസിനോട് ചോദിച്ചു, ഇതാരാണ് ഈ ആശയം പറഞ്ഞതെന്നത്. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി കേട്ടപ്പോഴാണ് എനിക്ക് വലിയ ആശ്ചര്യം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു എന്നാ പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആലോചിച്ചു, പെരുമ്പാവൂരുകാരെ പോലെ ഭാഗ്യശാലികളായിട്ടുള്ള മറ്റേത് ജനങ്ങളാണുള്ളത്? സ്വപ്നത്തിൽ പോലും പെരുമ്പാവൂരിലെ ജനങ്ങളെയാണ് അദ്ദേഹം കാണുന്നത്. ഇവിടുത്തെ മുഖ്യമന്ത്രി സ്വപ്നം കാണുന്നത് മറ്റു പലതുമാണ്. ഇന്ന് രാവിലെ അറസ്റ്റ് നടന്നില്ലേ അല്ലേ? മുഖ്യമന്ത്രി നല്ല മനോഹരമായ സ്വപ്നങ്ങൾ കാണും. നാട്ടുകാരുടെ ഒരു പ്രശ്നവും പരാതി വന്നു കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാവാറില്ല. പക്ഷെ ചില ആളുകളൊക്കെ ഇന്നലെ ഫോൺ വിളിച്ചൊന്ന് സംസാരിച്ചപ്പോഴേക്കും ഇന്ന് രാവിലെ അറസ്റ്റാണ്. ഇത്ര പെട്ടെന്നാണ്. അറസ്റ്റൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രിക്ക് അങ്ങ് സുഖിച്ചു. കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകൾ, പാവപ്പെട്ട വീട്ടമ്മമാർ, അവർക്ക് നേരെ നിത്യേന നടക്കുന്ന സൈബർ ആക്രമണങ്ങളിലൊക്കെ പരാതി കൊടുക്കുമ്പോ ഒരു നടപടി ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷെ ഇന്നിപ്പോ എന്തിനാ ഈ വലിയ ആവേശം കാണിച്ചിട്ട് നടപടി എടുക്കേണ്ട നടപടിയാണ്, സംശയമൊന്നുമില്ല, തർക്കമൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നടപടി? കേരളത്തിൽ ചർച്ച മുഴുവൻ അങ്ങോട്ട് വഴിമാറണം. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ CPM-നെതിരായി, സംസ്ഥാന സർക്കാരിനെതിരായി നടക്കുന്ന ചർച്ചകൾ മുഴുവൻ വഴിമാറ്റി വിടാൻ കിട്ടിയ ഏറ്റവും നല്ല കാര്യമായി മുഖ്യമന്ത്രി കണ്ടത് ഇന്നലെ വന്ന പരാതിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ്. എനിക്ക് ഉറപ്പായിരുന്നു ഇന്ന് അറസ്റ്റ് നടക്കും. സാമാന്യ യുക്തിയാണ്. പിണറായി വിജയൻ ഇത്തരം ഒരു അവസരം കിട്ടിയാൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ വഴിമാറ്റി വിടാൻ വേണ്ടി അത് ഉപയോഗിക്കും എന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് നടന്നു. നല്ല കാര്യം, നടക്കട്ടെ, അങ്ങനെയാണ് വേണ്ടത്. സ്ത്രീകൾക്ക് നേരെ ആര് അത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയാലും തെറ്റ് തന്നെയാണ്. ആ കാര്യം തർക്കമൊന്നുമില്ല. പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത് പെരുമ്പാവൂരിലെ ഒരു സാധാരണ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ടുപോയി കൊടുത്താലും അതേ വേഗതയിൽ നടപടി ഉണ്ടാകുന്ന ഒരു കേരളം സൃഷ്ടിക്കപ്പെടണം എന്നുള്ളതാണ് ഓരോ ജനാധിപത്യവാദിയും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാധീനമുള്ളവർക്ക്, സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ളവർക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് പരാതി കൊടുക്കാം, DGPക്ക് പരാതി കൊടുക്കാം. പക്ഷെ കേരളത്തിലെ സാധാരണക്കാർക്ക് ആ നീതി കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രദേശത്തെ ചെറുപ്പക്കാര്, ഞാൻ മനസ്സിലാക്കുന്നത് അവര് CPM-മായി ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അവർ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറായിരിക്കും. ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യം സൂചിപ്പിക്കുന്നത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കുന്നത് ഫാസിസ്റ്റ് ശക്തികളുടെ അപ്രമാദിത്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മോചിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് എന്ന് ആവർത്തിച്ചുറപ്പിച്ചു പറയുന്ന
ആവർത്തിച്ചുറപ്പിച്ചു പറയുന്ന നിലപാടാണ് ഇന്ന് ആ ചെറുപ്പക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പ്രിയപ്പെട്ട അനുജന്മാരെ, ഞാൻ സ്വീകരിച്ച വഴി നിങ്ങളും സ്വീകരിച്ചു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനും അവരും പോകുന്നത് ഒരേ പാർട്ടിയിൽ നിന്നാ. അവര് CPM എന്ന്, ഞാൻ BJP എന്നല്ല. ഞാനും അവരും പോകുന്നത് CJP എന്നാ. രണ്ടും ഒന്നാ. കേരളത്തിലെ RSSന്റെ അപ്രഖ്യാപിത സർസംഘചാലക ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പിണറായി വിജയൻ എന്നുള്ളതാണ്. അല്ലെ, കേരളത്തിൽ BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ഇത്രത്തോളം ആവേശം സുരേന്ദ്രന് പോലും ഇല്ല. BJP ജയിക്കണമെന്ന് ഇത്രത്തോളം താല്പര്യം സുരേന്ദ്രന് പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിണറായി വിജയനാണ് വലിയ ആവേശം BJPയെ ജയിപ്പിക്കാൻ. തൃശ്ശൂരിൽ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെ അഭ്യാസങ്ങൾ ഇറക്കി. സുരേഷ് ഗോപി ജയിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചയാളാണ്. സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചയാളുണ്ടെങ്കിൽ അത് പിണറായി വിജയനാണ്. തൃശ്ശൂരില് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുഴുവൻ BJPക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മികവ് അവിടെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി ജയമുണ്ടാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത്, കേരളത്തിൽ സൃഷ്ടിച്ചു കൊടുത്തത്, അത് പിണറായി വിജയന്റെ ദുഷ്ടലാക്കായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എന്താ കാര്യം? ഡൽഹിയിൽ നിന്ന് പിടിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് അമിത്ഷാ ഒരു അദൃശ്യമായ കയറിട്ട് പിണറായി വിജയന്റെ കഴുത്തിൽ ഒരു കയറിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോ പിണറായി വിജയൻ അതുപോലെ ചാടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും ഭരണം നടക്കുന്നത് BJPക്ക് വേണ്ടിയുള്ള ഭരണമാണ്. BJPയുടെ നയങ്ങളാണ് CPM നേതാക്കളുടെ വായിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്. പ്രവീൺ തൊഗാഡിയ പറയുന്നതിനേക്കാൾ, വിനയ് കത്തിയാർ പറയുന്നതിനേക്കാൾ, അനന്തകുമാർ ഹെഗ്ഡെ പറയുന്നതിനേക്കാൾ വലിയ കൊടിയ വർഗീയത MV ഗോവിന്ദനും A വിജയരാഘവനും ഓരോ ദിവസവും കേരളത്തിന്റെ മണ്ണിൽ വിളിച്ചു പറയുന്നു. ഓരോ ദിവസവും. വിജയരാഘവനൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിൽ ആരൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാ പറയുന്നത്. ആരാ ഉള്ളത് അവിടെ? വയനാട്ടില് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്, അല്ലെ? 4 ലക്ഷം ഭൂരിപക്ഷത്തിന് ജയിച്ചതാ. പുറകിൽ ആരെയാ ഉള്ളത്? ജനങ്ങളാ ഉള്ളത്. വയനാട്ടിലെ ജനങ്ങളാ ഉള്ളത്. ആ വയനാട്ടിലെ ജനങ്ങൾ മുഴുവൻ വർഗീയ ശക്തികളും തീവ്രവാദ ശക്തികളുമാണ്. ഈ ആരോപണം ഇതിനു മുൻപ് ആരാ ഉന്നയിച്ചത്? ഇതിനു മുമ്പ് ഈ ആരോപണം ഉന്നയിച്ചത് അമിത്ഷായാണ്. ആ ആരോപണം കേരളത്തിൽ ആവർത്തിച്ചയാളുടെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. അന്ന് ഞാൻ BJP ആയിരുന്നു, അല്ലേ? വയനാട്ടിൽ ഇവരുടെ വിജയത്തിന്റെ കാരണം, കോൺഗ്രസിന്റെ വിജയത്തിന്റെ കാരണം, രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന്റെ കാരണം വർഗീയ ശക്തികളുടെ പിന്തുണയാണ് എന്ന് ആദ്യം പറഞ്ഞത് അമിത്ഷായാണെങ്കിൽ ഇപ്പോ അത് കേരളത്തിൽ ആവർത്തിക്കുന്നത് വിജയരാഘവനാണ്, CPM ആണ്. ആ നിലപാട് അവർ തിരുത്താൻ തയ്യാറുണ്ടോ? അപ്പൊ ആരുടെ നിലപാടാ പറയുന്നത്? അമിത്ഷാ പറയുന്ന കാര്യം വിജയരാഘവൻ പറയുന്നു. ഓരോ വിഷയങ്ങളിലും ഈ അടുത്ത കാലങ്ങളിൽ മുസ്ലിം മതവിഭാഗത്തെ പാർശ്വവൽക്കരിച്ച്, അന്യവൽക്കരിച്ച് രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി BJP നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ കേരളത്തിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് CPM നടപ്പാക്കുന്നു. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ വിജയം ഉണ്ടായപ്പോ ആ വിജയത്തെ ഏത് രീതിയിലാണ് CPM-ഉം BJP-യും സമീപിച്ചത്? പറയുന്നത് അവിടെ SDPIയുടെ വോട്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട്, ഇതൊക്കെ വർഗീയ ശക്തികളുടെ വോട്ട് കൊണ്ടാണ് രാഹുൽ ജയിച്ചത്. പാലക്കാട്ടെ സാഹചര്യം നിങ്ങൾക്ക് അറിയില്ലേ? പാലക്കാട്ട് മുസ്ലിം വിഭാഗം താമസിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? അവിടെ പിരായിരി പഞ്ചായത്താണെങ്കിലും മേപ്പറമ്പാണെങ്കിലും ഒക്കെ പാരമ്പര്യമായിട്ട് UDF-ന് അനുകൂലമായ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടായി, സത്യമാണ്. പക്ഷെ എല്ലാ ദിവസവും രാവിലെ അഗ്രഹാരത്തിന്റെ വാതിൽ തുറന്ന് അരിപ്പൊടി കൊണ്ട് കോലമെഴുതുന്ന കൽപ്പാത്തിയിൽ രാഹുൽ മാങ്കുട്ടത്തിന് അത്ഭുതകരമായ ലീഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് SDPI-കാരന്റെ വോട്ടാവുന്നത്? അവിടെ SDPI പോയിട്ട് ലീഗ് പോലും ഇല്ല കൽപ്പാത്തിയിലെ. രാവിലെ ആയി കഴിഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ, അല്ലെ, അവര് അരിപ്പൊടി കൊണ്ട് കോലൊക്കെ എഴുതുന്ന ബ്രാഹ്മിൺസ് താമസിക്കുന്ന കൽപ്പാത്തിയിലെ അഗ്രഹാരത്തെരുവിൽ
RSSന്റെ കോട്ട കൊത്തണമെന്ന് അവകാശപ്പെടുന്ന വടക്കന്തറയിൽ, മൂത്താന്തറയിലൊക്കെ കൈപ്പത്തി ചിഹ്നത്തിൽ നൂറുകണക്കിന് മനുഷ്യർ നിരനിരയായി വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാടുണ്ടായ ഉജ്ജ്വലമായ വിജയം. എന്തൊക്കെ അഭ്യാസം കളിച്ചു. BJP വിട്ടുവന്ന ഈ പാവം അല്ലേ, എന്താ പറഞ്ഞത്, BJP-ക്കാർ പറഞ്ഞത് ചീള് കേസാണ്, ഒന്നുമില്ല, സന്ദീപ് പോയ ഒന്നും സംഭവിക്കില്ല. ഓ ശരി. എന്നിട്ട് BJP-ക്കാർക്ക് പറയാൻ പറ്റാത്ത വർഗീയത മുഴുവൻ CPM-കാരൻ പറയണം. 2 പത്രങ്ങളിൽ ഒരു ദിവസം പരസ്യമാണ്. ഞാൻ സലീംകുമാറിന്റെ അവസ്ഥയിലായി പോയി. ഇത് എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ പറഞ്ഞ പോലെ 2 പത്രങ്ങളിൽ ഫുൾ പേജ് പരസ്യം എന്നെ കുറിച്ചിട്ട്. ഇതിലും വലിയ പബ്ലിസിറ്റി എന്താ കിട്ടാനുള്ളത്? ആ 2 പത്രങ്ങൾ കൊടുത്ത പരസ്യം എന്താ? ഈ നാടിനെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ അതിന്റെ ആനുകൂല്യം കിട്ടുന്നത് CPM-നാണോ? അവിടെ 3ാമത്തെ കക്ഷിയല്ലേ CPM. പാലക്കാട്ടെ മതേതര വോട്ടുകൾ ഭിന്നിച്ചാൽ അതിന്റെ ആനുകൂല്യം ആർക്കാ കിട്ടുക? BJP-ക്കല്ലേ കിട്ടുന്നത്. അപ്പൊ BJP-ക്ക് എനിക്കെതിരെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ CPM പറഞ്ഞു. പാലക്കാട് എനിക്കെതിരെ പറഞ്ഞു. എനിക്കെതിരെ പറയുന്നത് എന്തിനു വേണ്ടി? രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടേണ്ട വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി, UDF-ന് കിട്ടുന്ന വോട്ടുകൾ ഇല്ലാതാക്കാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളം ഭരിക്കുന്ന CPM പോലൊരു പാർട്ടി, മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന പാർട്ടി തെരഞ്ഞു പിടിച്ച് മുസ്ലിം സമുദായ സംഘടനകളുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള 2 പത്രങ്ങൾ സെലക്ട് ചെയ്ത് പരസ്യം കൊടുത്തു. അത് മാത്രമാണോ? കോൺഗ്രസിൽ ചേർന്നതിന്റെ പിറ്റേ ദിവസം പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിൽ പോയി ബഹുമാനായിട്ടുള്ള സാദിഖ് അലി തങ്ങളെ സന്ദർശിച്ചതിന്റെ പേരിൽ എന്തൊക്കെ വൃത്തികേടാ വിളിച്ചു പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി. 4 കോടി മലയാളികളുടെ മുഖ്യമന്ത്രിയല്ലേ? പാണക്കാട്ടെ തറവാട്ടിലേക്ക് സാദിഖ് അലി തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ എന്ന സാധാരണക്കാരൻ കടന്നു ചെന്നപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം 4 MLA-മാരും MP-മാരും അടക്കമുള്ളവർ, 100 കണക്കിന് ലീഗ് പ്രവർത്തകർ അവിടെ കാത്തു നിന്നുകൊണ്ട് എന്നെ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞാൻ കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. എന്നെ ചേർത്ത് പിടിച്ചവരെ ആശ്ലേഷിച്ചു. പൂർവകാലത്ത് ഞാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾ കൊണ്ട് വേദനിക്കപ്പെട്ട ഒരു സമൂഹം അവിടെ ഉണ്ട് എന്ന് വ്യക്തമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് എന്നുള്ള കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പാണക്കാട്ടേക്ക് പോയത്. ഞാൻ അവിടെ പോയപ്പോ എനിക്ക് ഉറപ്പുണ്ട് ആ സന്ദർശനം നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് കേരളത്തിൽ മതസാഹോദര്യത്തിന്റെ സന്ദേശമായിരുന്നു, ചേർത്തുപിടിക്കലിന്റെ സന്ദേശമായിരുന്നു, ഇൻക്ലൂസീവ്നെസിന്റെ സന്ദേശമായിരുന്നു. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം മനസ്സിലായില്ല. 4 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? മനുഷ്യർക്കിടയിൽ മതസാഹോദര്യം ഉണ്ടാകുന്ന ഏതൊരു നടപടിയെയും സ്വാഗതം ചെയ്യേണ്ട മുഖ്യമന്ത്രി പക്ഷെ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളെ പുലഭ്യം പറയാനാണ് തയ്യാറായത്. പത്രപരസ്യത്തിലൂടെ കേരളത്തിലെ മതസാഹോദര്യത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് തയ്യാറായത്. ഞാൻ അന്നേ പറഞ്ഞു, ആ പരസ്യം കൊടുത്തത് CPM ആണെങ്കിലും ആ പരസ്യത്തിന്റെ പണം കൊടുത്തിട്ടുള്ളത് BJP-ആണ്. ആ പരസ്യം നൽകിയത് CPM ആയിരുന്നെങ്കിലും പരസ്യത്തിന്റെ പണം പോയത് BJP ആഫീസിൽ നിന്നാണ് എന്ന് ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു. പിന്നീട് അത് സാധൂകരിക്കപ്പെട്ടില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെവിക്ക് പിടിച്ചപ്പോ, കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ചെവിക്ക് പിടിച്ചപ്പോ CPM-കാര് അവിടെ പോയി അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ പരസ്യത്തിന്റെ, പത്രപരസ്യത്തിന്റെ മുകൾ ഭാഗം മാത്രമാണ് ഞങ്ങൾ കൊടുത്തത്, അടിഭാഗം ഞങ്ങൾ കൊടുത്തതല്ല. അപ്പൊ അതാര് കൊടുത്തതാ? അതൊരു അഭ്യുദയകാംക്ഷി കൊടുത്താന്നാ പറഞ്ഞത്. അതൊരു അഭ്യുദയകാംക്ഷി കൊടുത്താണ് പോലും. ആരാണ് അഭ്യുദയകാംക്ഷി? സുരേന്ദ്രനാണ് ആ അഭ്യുദയകാംക്ഷി.
BJPക്ക് പറയാൻ പറ്റാത്ത, BJP പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കാത്ത വർഗീയത CPM പറഞ്ഞു. അതിന് സാധൂകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അവസാനം പാലക്കാട്ടെ ജനങ്ങൾ ജാതി മത ഭേദമന്യേ UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇന്ന് കേരളത്തിൽ ഉടനീളമുള്ള സാഹചര്യം എന്ന് പറയുന്നത് CPM BJP അവിശുദ്ധ ബാന്ധവത്തിനെതിരായ വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ്. കേരളത്തിലുടനീളം UDFനകത്തേക്ക് കടന്നു വരാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല. UDFനോട് ചേരാൻ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 10 വർഷക്കാലമായി അധികാരത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്ത് 10 വർഷക്കാലത്തിലധികമായി അധികാരത്തിന് പുറത്തുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് അണിചേരാൻ ആളുകൾ തയ്യാറായി വരുന്നു. ഞാൻ കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് പല ആളുകളും കൗതുകത്തോടു കൂടി ചോദിച്ചതാണ്, എന്തുകൊണ്ട് കോൺഗ്രസ്? BJP പോലെ അധികാരത്തിന്റെ എല്ലാ സുഖശീതളിമയിലും കഴിയാവുന്ന, രാജ്യം ഭരിക്കുന്ന 10-18 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, സമ്പത്തിങ്ങനെ കൈവശം വെച്ച് സുഖിക്കുന്ന ഒരു വലിയ പാർട്ടി, രാജ്യത്തെ ജനാധിപത്യത്തെ ധനം കൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ ശേഷിയുള്ള, വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്ന, അധികാരത്തിന്റെ മുഷ്കുപയോഗിച്ചുകൊണ്ട് എതിരാളികളെ തകർക്കുന്ന, ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന, ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു വലിയ പാർട്ടി, ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോന്നിട്ട് കേരളത്തിൽ സമാനമായിട്ടുള്ള സ്വഭാവം കാണിക്കുന്ന CPM അധികാരത്തിലിരിക്കുന്ന പാർട്ടി, സ്വാഭാവികമായിട്ട് വ്യക്തിപരമായ നേട്ടങ്ങളായിരുന്നു ആഗ്രഹമെങ്കിൽ, വ്യക്തിപരമായ സുഖലോലുപതയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ, BJP വിടുന്ന ഒരാളുടെ നോർമൽ ചോയ്സ് എന്ന് പറയുന്നത് CPM ആകേണ്ടിയിരുന്നു. മറിച്ച് CPM വിടുന്ന ഒരാളുടെ നോർമൽ ചോയ്സ് എന്ന് പറയുന്നത് BJP ആകേണ്ടിയിരുന്നു. കാരണം ഈ 2 പാർട്ടികൾക്കാണ് അധികാരമുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെയും അധികാരത്തിലിരിക്കുന്നില്ല. ആ അധികാരത്തിലില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പാലക്കാട് പറഞ്ഞു, 20 വർഷത്തോളം കാലം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് ഞാൻ. എന്റെ ചെറുപ്പം മുതൽക്ക് BJPക്ക് വേണ്ടി പ്രവർത്തിച്ചയാളാണ് ഞാൻ. യുവമോർച്ചയുടെ, BJPയുടെ ഒക്കെ വിവിധ തലങ്ങളിൽ, ബൂത്ത് തലം തൊട്ട്, പഞ്ചായത്ത് തലം തൊട്ട്, ജില്ലാ തലം തൊട്ട് വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് തന്നെയാണ് BJPയുടെ സംസ്ഥാന തലത്തിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടത്. 20 വർഷക്കാലമാണ് ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി, എന്റെ യൗവനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം മുഴുവൻ ഞാൻ ആ പാർട്ടിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തയാളാണ്. കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ പോയി തൊണ്ടപൊട്ടുമാർ ആ പാർട്ടിയുടെ നയങ്ങൾ വിളിച്ചു പറഞ്ഞയാളാണ്. പക്ഷെ 20 വർഷക്കാലം ആ പാർട്ടിയുടെ നയങ്ങൾ വിളിച്ചു പറയുമ്പോൾ മനസ്സിനുള്ളിൽ പലപ്പോഴും ഒരു വിങ്ങലായി, വിഷമമായി, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പറയേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത വണ്ണം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ പരിധി വിട്ടപ്പോൾ, സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ എന്റെ അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളുടെ പരസ്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ അങ്ങേയറ്റം വർഗീയപരമായിട്ടുള്ള നിലപാടുകളെ പരസ്യമായി തുറന്ന് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിർത്തിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കൊടുക്കുന്നത് തുപ്പിയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞപ്പോ അങ്ങനെ പറയരുത് എന്ന് പരസ്യമായി പറഞ്ഞയാളാണ് ഞാൻ. കേരളം പോലൊരു ബഹുസ്വര സമൂഹത്തിൽ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പരസ്പരം സാമ്പത്തിക ഉപരോധം നടത്തി ജീവിക്കാൻ കഴിയില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞയാളാണ് ഞാൻ. അത് പരസ്യമായി പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ടയാളാണ് ഞാൻ. 1 വർഷക്കാലം കേരളത്തിലെ മാധ്യമ ചർച്ചകൾക്ക് എന്നെ വിട്ടില്ല. കേരളത്തിലെ പല സാമൂഹിക സാഹചര്യങ്ങളിലും ആ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്ര ഉച്ചത്തിൽ തെറ്റിനെ തെറ്റെന്ന് പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴൊക്കെ അതിന്റെ പേരിൽ പാർട്ടിക്ക് അകത്ത് നിന്ന് ആക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട്.
ഒരു CPM-കാരനോ ഒരു കോൺഗ്രസ്സുകാരനോ രാഷ്ട്രീയ എതിരാളിയായിരിക്കുമ്പോൾ അവരൊന്നും എനിക്കെതിരെ ചെയ്യാത്ത അത്ര നെറികേട് ഞാൻ അന്ന് പ്രവർത്തിച്ച BJP-യിലെ സഹപ്രവർത്തകർ എന്നോട് അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പാർട്ടി എന്ന് പറയുന്നത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഇക്കോസിസ്റ്റം ഉള്ള ഒരു ഫാക്ടറിയാണെന്ന് ഞാൻ എന്നേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായി. പക്ഷെ അതിൽ പ്രവർത്തിച്ചു പോയി, ഒരു നിലപാടെടുത്തു പോയി, ഒരു കൊടി പിടിച്ചു പോയി. കേരളത്തിൽ അങ്ങനെയാണല്ലോ. കേരളത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനൊക്കെ പേഴ്സണൽ ചോയ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ലിബറൽ ആയിട്ടുള്ള ജനങ്ങളാണെന്നൊക്കെ പറയും. പക്ഷെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചു പോയാൽ പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറാൻ ഒരാളും സമ്മതിക്കില്ല. അതെന്തോ മഹാപാതകമാണ് അല്ലെ? കേരളത്തിൽ അങ്ങനെയാണല്ലോ. എല്ലാ പേഴ്സണൽ ചോയ്സിന് വേണ്ടിയിട്ടും പുരോഗമന സമൂഹം എന്ന് അവകാശപ്പെടുന്നവര് ഉറക്കെ സംസാരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് പുറത്തു പോയാൽ ഉടനെ അവന്റെ വീട്ടിലേക്ക് ഇന്നോവ വരും. അവന്റെ മുഖം സ്വന്തം പ്രിയതമയ്ക്കൊന്നൊരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ കഴിയാത്തവണ്ണം അവന്റെ മുഖം വെട്ടിക്കീറും. അതാണ് കേരളത്തിലെ രാഷ്ട്രീയം. ഇവിടെ BJP-ക്കാര് ഇന്നോവ ഇതുവരെ വിട്ടിട്ടില്ല. പക്ഷെ സൈബർ ഇന്നോവകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായും കുടുംബത്തെയും ഒക്കെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന രീതിയിൽ അവരെത്രയോ പ്രചരണങ്ങൾ നടത്തി. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് തന്നെയാണ് ആ വർഗീയതയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ അഴുകിപ്പുളിച്ച കൂടാരത്തിൽ നിന്നും പുറത്തു പോരാൻ ഞാൻ തീരുമാനിച്ചു. അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള പാർട്ടിയാണ് BJP. രാഷ്ട്രീയ എതിരാളികളെ ED-യെ ഉപയോഗിച്ച്, IT-യെ ഉപയോഗിച്ച്, NIA-യെ ഉപയോഗിച്ച് വേട്ടയാടുന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് BJP. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ വേട്ടയാടൽ എനിക്ക് നേരെയും ഉണ്ടാകാം എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാ അധികാരങ്ങളുമുള്ള എല്ലാ ഏജൻസികളും കൈവെള്ളയിൽ വെച്ച് ആ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന BJP-യുടെ പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങിപ്പോരാൻ ഞാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ കൈകൾ പരിശുദ്ധമാണെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്, ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ധൈര്യം ഇല്ലാത്ത കുറെ ആളുകൾ അവിടെ ഉണ്ട്. അവർക്ക് പുറത്തിറങ്ങി പോരാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പോരാൻ സാധിക്കില്ല. കാരണം ഏജൻസികൾ വന്നാൽ പെട്ടുപോകും. ഭയം കൊണ്ടാണ്. എന്തായാലും ആ ഭയം സന്ദീപ് വാര്യർക്കില്ല. ഇനി വന്നാലും കുഴപ്പമില്ല. ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചത്, എന്തിനാണ് ഭയക്കുന്നത്? ഞാനൊരു മനുഷ്യനെ കുറിച്ചാണ് ആ സമയത്തൊക്കെ ചിന്തിച്ചത്. ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് 10 വർഷക്കാലം രാജ്യത്ത് അധികാരത്തിലില്ല. ഓരോ ദിവസവും രാവിലെ ഞാനടക്കമുള്ള BJP-ക്കാർ എണീറ്റ് കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ മനുഷ്യനെതിരെ എന്തെഴുതാം, ഇന്നത്തെ ദിവസം ഈ മനുഷ്യനെ എങ്ങനെ ആക്ഷേപിക്കാം, ആ മനുഷ്യന്റെ കുടുംബത്തെ എങ്ങനെ ആക്ഷേപിക്കാം, ഏതൊക്കെ ഏജൻസികളെ വിട്ട് ആ മനുഷ്യനെ വേട്ടയാടാം, എത്ര കേസുകൾ തലയിലിട്ട് കൊടുക്കാം, ഓരോ ദിവസവും എത്ര മണിക്കൂർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാം. നിങ്ങൾ ആലോചിച്ചു, 10 വർഷക്കാലം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ BJP എത്രമാത്രം വേട്ടയാടി എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രമാത്രം വേട്ടയാടി? ഓരോ ദിവസവും BJP-യുടെ IT സെൽ പടച്ചുവിടുന്ന നുണക്കഥകൾ കൊണ്ട് ആ മനുഷ്യനെ വ്യക്തിപരമായി അവഹേളിക്കാവുന്നതിനെ അങ്ങേത്തല അവഹേളിച്ചിട്ടില്ലേ? അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടിയിട്ടില്ലേ? രോഗാതുരയായ മാതാവിനെയും സഹോദരിയെയും കുടുംബത്തെയും ഒന്നടങ്കം വിളിച്ചു വരുത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് ഭീഷണിപ്പെടുത്തിയിട്ടില്ലേ? എന്നിട്ടും തളർന്നു പോകാതെ ആ മനുഷ്യൻ ത്രിവർണ്ണ പതാകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കന്യാകുമാരിൽ നിന്ന് കാശ്മീർ വരെ നടന്നില്ലേ? ആ മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് നമുക്ക് ഓരോരുത്തർക്കും BJP-യെ നേരിടുമ്പോൾ ഉണ്ടാകേണ്ടത്. ആ മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ
ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിനെ അടിച്ചു പുറത്താക്കി ശുദ്ധീകരിച്ച് അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം കൊണ്ടുവരുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടമാണ് എന്നെ ത്രസിപ്പിച്ചത്, ആ പോരാട്ടമാണ് എന്നെ പ്രേരിപ്പിച്ചത്, ആ പോരാട്ടമാണ് എനിക്ക് പ്രേരണ നൽകിയത് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു സാധാരണക്കാരനായി എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ആ ആത്മവിശ്വാസമാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തനെയും നയിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു എൽദോസിനെയും ഇപ്പൊ നയിക്കുന്നത് ആ ആത്മവിശ്വാസമാണ്. ഓരോ ദിവസവും 100 വീട് കയറാൻ എൽദോസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഭാരത് ജോഡോ യാത്ര നൽകിയിട്ടുള്ള ആ ആവേശം തന്നെയാണ് എൽദോസിനെയും നയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സമാനതകളില്ലാത്തൊരു മനുഷ്യ മുന്നേറ്റമായിരുന്നില്ലേ നടന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് നമ്മളെ ഭാരത് ജോഡോ യാത്ര നടക്കുമ്പോൾ കണ്ടു അല്ലെ? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നോക്കുന്ന സമയത്ത് വിവിധ ഭാഷകൾ, വിവിധ വസ്ത്രങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ഒരു ഭാഷയുടെ തന്നെ പല അവാന്തരങ്ങൾ, നൂറുകണക്കിന് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾ, പക്ഷെ ഒരു രാജ്യം. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ആ വൈവിധ്യത്തെ ഒത്തുചേർക്കുന്ന, ആ വൈവിധ്യങ്ങളെ മുഴുവൻ ഒന്നു ചേർക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഘടകത്തിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ രാജ്യം എന്താണോ അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയവും. ഞാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളെ വളരെ കൗതുകത്തോടു കൂടി കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ആശയം, കോൺഗ്രസിന്റെ ആശയം. ആ ആശയത്തെ കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളത്, ആ വൈവിധ്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയാറുള്ളത്. ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ഏകശിലാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്നുള്ളതാണ് RSSഉം BJPയും ശ്രമിക്കുന്നത്. ആ രാഷ്ട്രത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനമില്ല. ആ രാഷ്ട്രത്തിൽ പ്രാദേശിക ഭാഷകൾക്ക് സ്ഥാനമില്ല. ആ രാഷ്ട്രത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. അത്തരമൊരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതോ നമ്മളൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ സന്തോഷിച്ച് ഒരുമിച്ച് കഴിയുന്ന ആ നല്ല കാലമുണ്ടല്ലോ, ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും, കഷ്ടതകൾ ഉണ്ടെങ്കിലും, ബുദ്ധിമുട്ടുണ്ടെങ്കിലും, പട്ടിണി ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ആ നല്ല നാളുകളുണ്ടല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോ ഉണ്ടായിരുന്ന നല്ല നാളുകളുണ്ടല്ലോ, ആ നല്ല നാളുകളിലേക്ക് മടങ്ങിപ്പോകണോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. മനുഷ്യരൊറ്റക്കെട്ടായിട്ട് ഇന്ത്യക്കാർ എന്ന ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കണം. അതിന് ഈ രാജ്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, ഈ രാജ്യം തകർക്കപ്പെടരുത്. BJP ഈ തരത്തിൽ ഭരണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ലോകത്തെ മറ്റു പല രാഷ്ട്രങ്ങളെയും പോലെ ഒരു അനാർക്കിയായി മാറും. നമുക്കറിയാം, ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾ, അതല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ തെരുവിലിറങ്ങി കലാപം അഴിച്ചുവിടുകയാണ്. അവിടുത്തെ ഏകാധിപതികളായിട്ടുള്ള ഭരണകർത്താക്കളുടെ ചെയ്തികളിൽ മനം മടുത്തിട്ടുള്ള അവിടുത്തെ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ ഒരു വിഭാഗം ജനങ്ങളെ അടിച്ചമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന അതിന്റെ പ്രതിക്രിയകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെയുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറാൻ പാടുണ്ടോ? അതുപോലെയുള്ള രാജ്യമായി നമ്മൾ മാറാൻ പാടുണ്ടോ? അങ്ങനെ മാറരുതെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നത്. അങ്ങനെ മാറാതിരിക്കാൻ BJP അധികാരത്തിന് പുറത്തു പോകണം, ഒരു സംശയവും വേണ്ട. ഓരോ ദിവസവും നിയമങ്ങൾക്ക് മേൽ നിയമങ്ങൾ കൊണ്ടുവന്ന്, നിയമപരിഷ്കരണങ്ങൾക്ക് മേൽ നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഈ എറണാകുളം ജില്ലയിലടക്കം ക്രൈസ്തവർക്ക്, നല്ല സ്വാധീനമുള്ള ക്രൈസ്തവർ ധാരാളമായി അധിവസിക്കുന്ന ജില്ലകളിൽ മുഴുവൻ ഇപ്പോ BJPയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള കള്ളപ്രചരണം നടക്കുകയാണ്. എന്താ കള്ളപ്രചരണം? 2013 UPA രണ്ടാം സർക്കാർ കൊണ്ടുവന്ന വഖഫ് അമെൻമെന്റ് ആക്ട്, ആ വഖഫ് അമെൻമെന്റ് ആക്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നയത്തിന്റെ ഭാഗമാണ്. ഇതാണ് BJP പറയുന്നത്. 2013 സംഭവിച്ചത് എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ.
ഇതെന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വീടുകളിൽ പോയി പറയേണ്ടതാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഹോദരങ്ങളുടെ വീടുകളിൽ പോയി പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്. 2013 വഖഫ് അമെന്റ്മെന്റ് ആക്ട് ലോക്സഭയിൽ വരുമ്പോ ആ വഖഫ് അമെന്റ്മെന്റ് ആക്ടിനെ ശക്തിയുക്തം അനുകൂലിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി, BJP. പാർലമെന്റിനകത്ത് ലോക്സഭയിൽ അന്ന് BJPയുടെ MP ആയ സയ്യിദ് ഷാനവാസ് ഹുസൈൻ പ്രസംഗിച്ചു, ഞങ്ങൾ എത്രയോ കാലമായി ഇത് ആവശ്യപ്പെടുന്നു, ദേർ സെ ആയാ ഹേ ലേക്കിൻ ദുരുസ്തേ ആയാ ഹേ എന്നാണ് പറഞ്ഞത്. വൈകിട്ടാണ് വന്നത്, എന്നാൽ പോലും അത്യാവശ്യമുള്ള സംഗതിയായിരുന്നു, വന്നത് നന്നായി. എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? വഖഫിന്റെ നഷ്ടപ്പെട്ട അന്യാധീനപ്പെട്ട സ്വത്തുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളത് BJPയുടെ നയമാണ്. അതുകൊണ്ട് ഈ നിയമപരിഷ്കരണം BJPയുടെ ആവശ്യപ്രകാരം വന്നതാണ് എന്നാണ് അന്ന് BJP പറഞ്ഞത്. അത് മാത്രമല്ല, 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് BJP അച്ചടിച്ച് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നു, വഖഫ് ബോർഡുകളെ ശാക്തീകരിക്കും, വഖഫിന്റെ നഷ്ടപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കും. ഇതേ കാര്യല്ലേ 2013 UPA ചെയ്ത കാര്യത്തെ പിന്തുണച്ച ആളുകൾ ഇപ്പോ വന്ന് ക്രൈസ്തവരോട് പറയാണ്, നിങ്ങളെ കുടിയിറക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് നിയമപരിഷ്കരണം കൊണ്ടുവന്നിരിക്കും. നോക്കൂ, എന്തൊരു നുണയാണിത്, എന്തൊരു നുണയാണിത്. ഇവിടെ സഭയുടെ അന്യാധീനപ്പെട്ട സ്വത്തുക്കൾ തിരിച്ചു പിടിക്കാൻ സഭയ്ക്ക് അവകാശമില്ലേ? ദേവസ്വം ഭൂമി, അന്യാധീനപ്പെട്ട ദേവസ്വം ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ദേവസ്വത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ അവകാശമില്ലേ? ഈ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ 5 ലക്ഷം കോടി രൂപയുടെ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു എന്നാണ് BJP അംഗങ്ങൾ പാർലമെന്റിനകത്ത് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം പ്രസംഗിച്ചിട്ടുള്ളത്. പാർലമെന്റ് രേഖകളിലുള്ളതാണ് 5 ലക്ഷം കോടി രൂപയുടെ. എന്നിട്ട് സയ്യിദ് ഷാനവാസ് ഹുസൈൻ പറയുന്നു, ഡൽഹിയിലെ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ്. ഷാനവാസ് ഹുസൈൻ പറയുന്നത്, BJPയുടെ MP പറയുന്നത്. എന്നിട്ട് ആ BJP ഇപ്പൊ പറയുന്നത് ആ നിയമപരിഷ്കരണം മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. എന്ത്? കോൺഗ്രസ് പീഡിപ്പിക്കാൻ ചെയ്തതാണ്. ഇത് പറയുമ്പോ, കേരളത്തിൽ പറയുമ്പോ BJPക്കാരൻ ഒരു കാര്യം ആലോചിക്കണം. അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസിലുണ്ട്, ഇതൊക്കെ വിളിച്ചു പറയാൻ ഇപ്പുറത്ത് ആളുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. 10 വർഷക്കാലം കഴിഞ്ഞിട്ട് ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് വിഭജനത്തിനുള്ള എല്ലാ അജണ്ടകളും BJPയുടെ അവസാനിച്ചു. കൈവശം ഉണ്ടായിരുന്ന എല്ലാ അജണ്ടകളും അവസാനിച്ചു കഴിഞ്ഞപ്പോ മാന്നാർ മത്തായിലെ ഇന്നസെന്റ് ചെയ്യുന്നത് പോലെ ഇപ്പൊ വഖഫിന്റെ നിയമത്തിൽ ഇനിയിപ്പോ ഇതിട്ട് എങ്ങനെ ഉണ്ടാവും ചോദിക്കാം. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ വഖഫ് അമെന്റ്മെന്റ് ആക്ട് 2013 വന്ന് 2025 ആയല്ലോ. കേരളത്തിൽ എത്ര സ്ഥലത്ത് നോട്ടീസ് കൊടുത്തു? അല്ലെ, 4-5 സ്ഥലത്തല്ലേ ഉണ്ടായിട്ടുള്ളൂ. 4-5 സ്ഥലത്ത്. നിങ്ങൾ ആലോചിക്കണം, 11-12 വർഷക്കാലത്തിനിടയ്ക്ക് 4-5 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അതിലൊന്ന് മുനമ്പത്തേതാണ്. മുനമ്പത്തെ കാര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടായി സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു, ഒരാളെ പോലും അവിടെ നിന്ന് ഇറക്കി വിടരുത്. അല്ലെ, ഒരാളെ പോലും അവിടെ നിന്ന് ഇറക്കി വിടരുതെന്ന് തീരുമാനിച്ചത് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളാണ്. ബാക്കി കേസുകളോ? വയനാട്ടിലൊരു കേസുണ്ട്. ആ കേസ് അവിടെ നോട്ടീസ് ആർക്കെ കിട്ടിയിരിക്കണം അറിയോ? ആ പള്ളിത്തെ ഉസ്താദിനെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, വഖഫ് അമെന്റ്മെന്റ് ആക്ട് മുസ്ലിങ്ങളെ പീഡിപ്പിക്കാൻ വന്നതാണെങ്കിൽ, കോൺഗ്രസ് കൊണ്ടുവന്നാണെങ്കിൽ അതിന്റെ നോട്ടീസ് ഉസ്താദിന് കിട്ടുമോ? എന്താ പറഞ്ഞത്? ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളുടെയും സ്ഥലം മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഈ 11 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിൽ 4-5 സംഭവം ഉണ്ടായാൽ മതിയോ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നോട്ടീസ് കിട്ടണ്ടേ? പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പോയിട്ട് പറയാണ്, ഇവിടെ മറ്റേ വിശ്വനാഥ ക്ഷേത്രം വഖഫ് ഭൂമിയിലാണ് നോട്ടീസ് വരാൻ പോകുന്നത്. BJPയുടെ പ്രചരണമായിരുന്നു. എന്ത് ക്രൂരമായിട്ടുള്ള വർഗീയ പ്രചരണങ്ങൾ ആലോചിച്ചു, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ. ഇത് കേൾക്കുന്നവർ പേടിക്കില്ലേ? എന്നാൽ ഇത് ശരിയല്ല എന്ന് കേരളത്തിൽ പറയേണ്ടിയിരുന്നതാരാ? കേരളത്തിൽ ഒരാളെയും കുടിയിറക്കില്ല എന്ന് പറയേണ്ടിയിരുന്നതാരാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ. എന്തേ പിണറായി പറയാതിരുന്നത്? കർണാടകയിൽ നോട്ടീസ് കൊടുത്തപ്പോ 10 മിനിറ്റ് കൊണ്ടല്ലേ പ്രശ്നം അവസാനിപ്പിച്ചത്. അവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സാ. വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലാണ്. അവിടെ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം അവസാനിച്ചു. പിണറായി വിജയൻ 10 മിനിറ്റ് അല്ല 10 മാസം എടുത്താലും പ്രശ്നം അവസാനിപ്പിക്കില്ല. എന്താ കാരണം? കേരളത്തിൽ ക്രൈസ്തവനും മുസൽമാനും ഇടയിൽ വിടവുണ്ടാകണം. ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടാകണം. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ ഉള്ളപ്പോൾ മാത്രമേ ഈ മുട്ടനാടുകളെ തമ്മിൽ
കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ബുദ്ധിയുണ്ടല്ലോ, ശൃഗാല ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയാണ് പിണറായി വിജയനും BJPക്കും ഇക്കാര്യത്തിലുള്ളത്. നിങ്ങൾ നന്നായിട്ട് ആലോചിക്കണം. ഒരാളെയും ഇവിടെ കുടിയിറക്കാൻ പോകുന്നില്ല. UDF നിലപാട് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചു. ഒരാളെയും കുടിയിറക്കാൻ പോകുന്നില്ല, കുടിയിറക്കാൻ അനുവദിക്കാനും പോകുന്നില്ല. നമ്മളൊക്കെ മനുഷ്യപ്പറ്റുള്ളവരല്ലേ? നമ്മൾ ആരെങ്കിലും സമ്മതിക്കും? നമ്മുടെ തൊട്ട വീട്ടിലൊരാള് ഇനി ഒരു ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ ഒരു MP ആയിട്ട് ഒരാളെ കുടിയിറക്കാൻ വന്നാൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കില്ലേ? നിങ്ങളിപ്പോ ചെയ്യരുത്, സമയം കൊടുക്കണമെന്ന് പറയില്ലേ? കഴിയുന്നത്ര സഹായിക്കില്ലേ? അങ്ങനെ മനസ്സുള്ളവരുടെ നാടല്ലേ കേരളം? നമ്മൾ സമ്മതിക്കോ തൊട്ട വീട്ടിലൊരാളെ കുടിയിറക്കാൻ? എന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ കുടിയിറക്കാൻ പോവുകയെന്ന് കള്ളക്കഥ അങ്ങോട്ട് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്നിടത്ത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ മുഴുവൻ, ക്രൈസ്തവ ഭവനങ്ങളിൽ മുഴുവൻ പോയി പറയുന്നു. ആരാ ഇതിന് പുറകിലുള്ളത്? ഇത് കേരളത്തെ, രാജ്യത്തെ വർഗീയമായി വിഭജിക്കാനുള്ള BJPയുടെ അജണ്ടയാണ്. ആ അജണ്ടയ്ക്ക് CPM കൂട്ടുനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളം വർഗീയമായി വിഭജിക്കപ്പെടാതിരിക്കാൻ, കേരളത്തിൽ വർഗീയമായിട്ടുള്ള വിഭജനം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത കാണിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFുമാണ്. ആ പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഈ നാട് അപകടകരമായിട്ടുള്ള നിലയിലേക്ക് പോകും. ഒരിക്കലും നമ്മൾ അതിനെ അനുവദിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഓരോ ഘട്ടത്തിലും ഇങ്ങനെയാണ്. കോൺഗ്രസ് ഈ നാടിന്റെ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് CPMഉം BJPയും അത് അട്ടിമറിക്കാൻ ശ്രമിക്കും. കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ നീറുന്ന പ്രശ്നങ്ങളിലൊന്നും ഇവർ അഡ്രസ് ചെയ്യുന്നേയില്ല. ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്ന്, കുട്ടികൾ ഇന്ന് പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അന്യ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. നിരവധി വീടുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള ജനങ്ങളുടെ കുടിയേറ്റം ഈ മേഖലയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഉണ്ടാകുന്നു. 10-15 വർഷക്കാലം കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിട്ടുണ്ടാകും. കേരളത്തിൽ നടക്കുന്ന ഈ കുടിയേറ്റത്തെക്കുറിച്ച് കേരളം ഭരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആശങ്കയുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പെരുമ്പാവൂര് വിട്ട് യൂറോപ്പിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് പെരുമ്പാവൂരിലെയും ആലുവയിലെയും എറണാകുളത്തെയും ഒക്കെ പ്രധാനപ്പെട്ട കോളേജുകളിൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി MLA ഓഫീസിലും MP ഓഫീസിലും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലുമൊക്കെ രക്ഷിതാക്കൾ ഒരു റെക്കമെൻഡേഷൻ ലെറ്ററിന് വേണ്ടി പാഞ്ഞ് നടന്നിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ആലുവയിലെ പ്രധാനപ്പെട്ട കോളേജുകളിൽ പോയി അന്വേഷിച്ച് നോക്കൂ, പെരുമ്പാവൂരിലെ കോളേജിൽ പോയി അന്വേഷിച്ച് നോക്കൂ. അവിടെയൊക്കെ 50-60% സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുന്നു. കുട്ടികൾ പഠിക്കാനില്ല. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊന്നും കുട്ടികൾ പഠിക്കാനില്ല. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായി, സമ്പൂർണമായി തകർത്തെറിഞ്ഞു CPM. പഠന നിലവാരമില്ല. എന്താണ് രക്ഷിതാക്കൾ കേരളത്തിലെ കോളേജുകളിലേക്ക് വിടുന്നത്? കുട്ടികൾക്കും താല്പര്യമില്ല. കുട്ടികൾ ഇപ്പൊ വിദേശത്തേക്ക് പോകും. ഇങ്ങനെ പോയാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എന്താ സംഭവിക്കാൻ പോകുന്നത്? ബ്രെയിൻ ഡ്രെയിൻ. കേരളത്തിന്റെ നല്ല മസ്തിഷ്കം മുഴുവൻ വിദേശത്തേക്ക് പോകുന്നു. പകരം കേരളം, അല്ലെ, പണ്ട് പറഞ്ഞിരുന്നല്ലോ, ഇപ്പൊ കേരളം ബംഗാളായി മാറി. പെരുമ്പാവൂരൊക്കെ പ്രത്യേകിച്ച് നമുക്കറിയാം. കേരളം ഇപ്പൊ ഒരു ബംഗാളായി മാറി. മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇപ്പൊ ധാരാളമായിട്ട് ഇവിടെ വരുന്നു. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല, ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. കേരളത്തിലെ ജനങ്ങൾ കേരളം വിട്ടുപോകുന്നു. ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കേരളത്തെ എത്തിച്ചതിനെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കണ്ടേ? അത് ചിന്തിക്കാൻ അടുത്ത സർക്കാർ തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് KSRTC എന്ന് പറയുന്ന മഹാസ്ഥാപനം, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന കാലത്ത് 50,000-ലധികം പേര് ജോലി ചെയ്തിരുന്ന ഒരു മഹാസ്ഥാപനത്തിൽ ഇന്ന് ബാക്കിയുള്ളത് 18,000 പേരാ. 10-32,000 പേര് ജോലിയോടെ പോയി. കേരളത്തിലെ കണ്ണായ പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ തകർന്നടിയുന്നു. പൊതുഗതാഗത സംവിധാനങ്ങൾ തകർന്നടിയുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർന്നടിയുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തെ കേരളമാക്കിയത് എപ്പോഴും UDF ഭരണകൂടങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ് ഈ സമയത്ത് K. കരുണാകരൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കൊച്ചിയിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള അന്താരാഷ്ട്ര വിമാനത്താവളം,
കൊച്ചിയിലെ വിമാനത്താവളം വരുന്ന സമയത്ത് എന്റെ ശവത്തിന് മുകളിലൂടെ മാത്രമേ വിമാനത്താവളം വരൂ എന്ന് പ്രസംഗിച്ച ശർമ്മ പിന്നീട് അതിന്റെ ചെയർമാനായി. എനിക്ക് ഓർമ്മയുണ്ട് 93-ലാണ് തോന്നുന്നു, മഹാരാജാസ് ഗ്രൗണ്ടിൽ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ നടക്കുകയാണ്. മുളയടിച്ച സ്റ്റേഡിയമാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ. അന്ന് ഫൈനലിൽ കേരളം ജയിക്കുകയാണ്. ഫൈനലിൽ ജയിച്ചു കഴിഞ്ഞപ്പോ കപ്പ് കൊടുക്കാൻ വരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരനാണ്. അദ്ദേഹം പ്രസ്താവിക്കുകയാണ്, ആരോ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു, കേരളത്തിൽ നല്ലൊരു സ്റ്റേഡിയം ഇല്ല. അദ്ദേഹം അവിടെ വെച്ച് ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, 1 വർഷത്തിനകം കേരളത്തിൽ ഒരു അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടാകും, കൊച്ചിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കരുണാകരൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയ സ്റ്റേഡിയത്തിൽ പിണറായിയുടെ ഭരണകാലത്ത് നടക്കുന്നത് ഭരതനാട്യം, അതും തട്ടിപ്പുകാരുടെ. എടോ, ദിവ്യ ഉണ്ണിക്ക് ഭരതനാട്യം കളിക്കാനാണോ സ്റ്റേഡിയം ഉണ്ടാക്കിയത്? ഫുട്ബോൾ കളിക്കാൻ ഉണ്ടാക്കിയതല്ലേ? എന്നിട്ട് പാവം നമ്മുടെ ഉമ്മച്ചേച്ചി അല്ലേ, എന്തോ ഭാഗ്യം കൊണ്ട്, നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഉമ്മച്ചേച്ചി സുഖം പ്രാപിക്കുകയാണ്. ആ സ്റ്റേഡിയം ഒന്ന് മര്യാദയ്ക്ക് നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ പോലും ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കെ കരുണാകരൻ തുടക്കം കുറിച്ച ഒട്ടേറെ വികസന ഫാക്ട് ഉണ്ട്, കെൽട്രോൺ ഉണ്ട്. ചെറുപ്പക്കാരുള്ളതുകൊണ്ട് പറയാണ്, ഫുട്ബോളിന്റെ കാര്യം പറയണം. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ സന്തോഷ് ട്രോഫി എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആവേശം നൽകുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പരിപാടി ആയതുകൊണ്ട് പറയാം, ഏറ്റവും ആവേശം കൊടുക്കുന്ന പരിപാടി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അന്ന് സന്തോഷ് ട്രോഫി ജയിച്ചാൽ പിറ്റേ ദിവസം അവധിയാ, സ്കൂളിന് അവധിയാ. അപ്പൊ സന്തോഷ് ട്രോഫി ജയിക്കുക എന്നുള്ളത് ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു കാര്യം. തുടർച്ചയായിട്ട് കേരളം ജയിക്കുന്നു. കേരള പോലീസിന്റെ മികച്ച ഫുട്ബോൾ ടീമുണ്ട്. പുരികേഷ് മാത്യു ഉണ്ട്, വി പി സത്യനുണ്ട്, IM വിജയനുണ്ട്, ജോപോൾ അഞ്ചേരിയുണ്ട്, CV പാപ്പച്ചനുണ്ട്. അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളാണ് മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, മുഹമ്മദൻസ്. കേരളത്തിലാണെങ്കിൽ ടൈറ്റാനിയം, കേരള പോലീസ്, ഇതൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ ക്ലബ്ബുകളാണ്. ആ കാലത്ത് ഈ കൊച്ചിയിലെ സന്തോഷ് ട്രോഫിക്ക് ശേഷം കേരളത്തിലെ സ്റ്റാറുകളായിട്ട് നിൽക്കുകയാണ് IM വിജയനും സത്യനും, അതുപോലെ തന്നെ ഷറഫ് അലിയും, നമ്മുടെ CV പാപ്പച്ചനും ഒക്കെ. വലിയ തുക കൊടുത്ത് ഈ പ്ലെയേഴ്സിനെ റാഞ്ചാൻ വേണ്ടി ബംഗാളിലെ ക്ലബ്ബുകൾ വരികയാണ്. അക്കാലത്തെ വലിയ തുകയാണ്. 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുക, 50,000 എന്നൊക്കെ പറഞ്ഞാൽ ഈ പാവങ്ങൾക്ക് അത് വലിയ തുകയാണ്. ഇവർ കേരള പോലീസിലെ സാധാരണ കോൺസ്റ്റബിൾമാരാണ്. അന്ന് IM വിജയനും സത്യനും ഒക്കെ കേരളം വിടാൻ തീരുമാനിക്കുന്നു. മോഹൻ ബഗാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഷറഫ് അലി മുഹമ്മദൻസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈസ്റ്റ് ബംഗാളിലേക്ക് ചില കളിക്കാർ പോകാൻ തീരുമാനിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്ത്, ലീഡറുടെ അടുത്ത് ഈ വിവരെത്തുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ അവരെ മുഴുവൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കേരളം വിട്ടു പോകരുത്, നിങ്ങൾ കേരളം വിട്ടു പോകരുത്, നിങ്ങൾക്ക് എന്ത് സൗകര്യം ആവശ്യമുണ്ടെങ്കിലും ചെയ്തു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഫുട്ബോൾ കളിക്കാരുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് പോകാതെ നിന്നൊരു കളിക്കാരുണ്ട്. ആ കളിക്കാരന്റെ പേരാണ് CV പാപ്പച്ചൻ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ CV പാപ്പച്ചൻ. ഞാൻ അദ്ദേഹവുമായി ഒരിക്കൽ സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, ലീഡർ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി ഫുട്ബോൾ കളിക്കാരുടെ കാര്യത്തിൽ പോലും ഇത്ര ശ്രദ്ധ കാണിച്ചൊരു മുഖ്യമന്ത്രി. അതുപോലെ തന്നെയല്ലേ ഉമ്മൻചാണ്ടി സാർ? ഇതുപോലെ പാവങ്ങളോട് കരുണ കാണിച്ചൊരു മുഖ്യമന്ത്രി കേരളത്തിൽ പറയുണ്ടായിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരുടെ ഒരു പ്രശ്നം മുന്നിൽ വന്നാൽ ആ നിമിഷം തീരുമാനമെടുക്കുന്ന ഒരു മുഖ്യമന്ത്രി. ലക്ഷോപലക്ഷം മനുഷ്യരെ ഓരോ ദിവസവും ഒരാരോഗ്യ പ്രശ്നവും വകവയ്ക്കാതെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ നിന്നിട്ട് മണിക്കൂറുകൾ നീണ്ടു നിന്ന് പാതിരാത്രി വരെ, പുലർച്ചെ വരെ മനുഷ്യരുമായി കാണാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? എന്താണ് അല്ലേ? അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു എനർജി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ കണ്ടല്ലോ, ഉമ്മൻചാണ്ടി സാർ വിടവാങ്ങിയപ്പോ കേരളം തേങ്ങിയെന്ന് നമ്മൾ കണ്ടല്ലോ. രാഷ്ട്രീയത്തിനതീതമായി, മതത്തിനതീതമായി, ജാതിക്കതീതമായി കൊച്ചുകുട്ടികൾ പോലും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കാത്തു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് ഒരു അന്ത്യയാത്ര നൽകാൻ വേണ്ടി, അന്ത്യാഭിവാദ്യം നൽകാൻ വേണ്ടി കാത്തു നിന്ന ആ കാഴ്ച കേരളത്തിന് മുൻപ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സമാനതകളില്ലാത്ത കാഴ്ചയല്ലേ കണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ ജനഹൃദയങ്ങളിലാണ് ഇവരൊക്കെ കുടിയേറിയത്. ജനഹൃദയങ്ങളിലാണ് കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ കുടിയേറി പാർത്തത്. നമ്മുടെ രാജ്യത്ത് ഇന്നും നമ്മുടെ രാജ്യത്ത് ഉത്തർപ്രദേശിലെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലെ വിദൂര ഗ്രാമത്തിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ അവർക്ക് പറയാനുണ്ടാകൂ, സാക്ഷാൽ ഇന്ദിരാഗാന്ധി. മറ്റൊരു ഉത്തരം അവർക്കറിയില്ല.
ശരിയല്ല ഞാൻ പറഞ്ഞത്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത കാലത്ത്, പത്രമാധ്യമങ്ങളില്ലാത്ത, സാമൂഹ്യ മാധ്യമങ്ങളില്ലാത്ത ഒരു കാലത്ത് ഇന്ദിരാഗാന്ധി എന്ന നാമം ഇന്ത്യ മഹാരാജ്യത്തെ ഗ്രാമാന്തരങ്ങളിലെ ജനങ്ങളുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഉണ്ടല്ലോ, ആ മഹാപ്രസ്ഥാനം ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രസ്ഥാനമാണ്. തകർക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ, ചില ബൂത്തുകളിൽ, ചില ഗ്രാമത്തിൽ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഒരു ഓഫീസ് കാണാൻ സാധിക്കില്ല. ഒരു കൊടിമരം ചിലപ്പോൾ കാണാൻ സാധിച്ചില്ലെന്ന് വരും. ഒരു ബൂത്തിൽ ചിലപ്പോൾ പ്രവർത്തകരുണ്ടായില്ല എന്ന് വരും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഉറപ്പു പറയാം, ഇലക്ഷന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തകൻ പോലുമില്ലാത്ത ആ ബൂത്തിലും ലീഡ് ചെയ്യാൻ ഒരു പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരാളും വേണ്ട, നോമിനേഷൻ കൊടുക്കാൻ ഒരാളുണ്ടായാൽ മതി, കോൺഗ്രസ് ജയിച്ചിരിക്കും. അതാണ് കോൺഗ്രസ്. അതെന്തുകൊണ്ടാ? ഈ രാജ്യത്തിന് ആവശ്യമുള്ള പാർട്ടി, ഈ രാജ്യം ഇന്ന് കാണുന്ന ഇന്ത്യ മഹാരാജ്യമാക്കി മാറ്റിയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. BJPയും CPMഉം എല്ലാവരും ചേർന്ന് ഒരു ഭരണം ഉണ്ടായിരുന്നല്ലോ. 89 VP സിംഗിന്റെ ഒരു ഭരണം ഉണ്ടായിരുന്നല്ലോ. ആ ഭരണം കഴിഞ്ഞപ്പോ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി നിങ്ങൾക്ക് അറിയോ? VP സിംഗിന്റെ ഭരണം കഴിഞ്ഞപ്പോഴേക്ക് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്തായി? ഒരാഴ്ച കാലത്തേക്ക് വേണ്ട ഫോറിൻ റിസർവ്, വിദേശ കരുതൽ നിക്ഷേപം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം കുപ്പൂത്തി. അതായത് ഒരാഴ്ച കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് മരുന്ന് വാങ്ങാൻ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് പെട്രോളും ഡീസലും വാങ്ങാൻ പറ്റില്ല, ഈ രാജ്യത്തിന് വിദേശത്ത് ഒരു സാധനവും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ശ്രീലങ്ക ഇന്ന് എത്തിയില്ലേ? ആ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി എന്ന് VP സിംഗിന്റെ ഭരണം കഴിഞ്ഞപ്പോ. അവിടെയാണ് നരസിംഹറാവു പ്രധാനമന്ത്രിയായി വരുന്നത്. നരസിംഹറാവുവിന്റെ മന്ത്രിസഭയിൽ അന്തരിച്ച മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രിയായി വരുന്നത്. 91 ശേഷം നടന്നിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അന്നത്തെ ആളുകൾക്കറിയാം. ഇവിടെ മനോരമയിലും മാതൃഭൂമിയിലും അടക്കം മാധ്യമങ്ങളിൽ ഇടത് നേതാക്കന്മാർ പലരും ഖണ്ഡശ കാവ്യം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗാട്ടും കാണാച്ചരടും. ലോക ബാങ്ക് വന്നിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വീട്ടിൽ വന്ന് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, അറസ്റ്റ് ചെയ്യും, എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. ലോക ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ വന്നപ്പോ കരിയോയിൽ ഒഴിക്കുക, കലാപരിപാടികൾ, എന്തൊക്കെ കലാപരിപാടികൾ. ഇന്ന് അതേ ആളുകൾ ലോക ബാങ്കിന്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ സാമ്പത്തിക ഉദാരീകരണം കൊണ്ടുവന്ന്, ഈ രാജ്യത്ത് വ്യവസായവൽക്കരണം കൊണ്ടുവന്ന്, ഈ രാജ്യത്തെ വികസനത്തിന്റെ പാന്താവിലേക്ക് കൈപിടിച്ച് കയറ്റിക്കൊണ്ടുവരുമ്പോൾ അതിനെ നഖശിഖാന്തം എതിർത്തിരുന്ന BJPയും CPMഉം ഇന്ന് അതേ നയങ്ങളുടെ പ്രചാരകരായി മാറി. അല്ലേ? ഇപ്പൊ എന്താ BJP പറയുന്നത്? ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നാ പറയുന്നത്. ഇപ്പൊ അതൊക്കെ BJP പറയുന്നത് അവര് ചെയ്താന്ന്. ആ നയം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, സ്വദേശി ജാഗരൺ മഞ്ച് അച്ചടിച്ച് വലിയൊരു സാധനം ഇറക്കിയിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെയാണ്, ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം കോൺഗ്രസ് കൊണ്ടുവന്ന വിദേശ ഉൽപ്പന്നം. 96 ലോകകപ്പ് നടക്കുമ്പോഴാണ് ഇന്ത്യയിൽ കൊക്കക്കോള വീണ്ടും വരുന്നത്. അതിനു മുമ്പ് മൊറാർജിയുടെ കാലത്ത് നിരോധിച്ചതാണ്. കൊക്കക്കോള വീണ്ടും വന്നപ്പോ ഇന്ത്യയിലെ പണം മുഴുവൻ കൊക്കക്കോളയ്ക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണെന്നാ പറഞ്ഞത്. അറബിക്കഥ കൊക്കക്കോളങ്ങളെ പിടിച്ച് കടിച്ചോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. ഇപ്പൊ നേതാക്കന്മാർ, ഈ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ നടക്കുന്ന ടൊയോട്ട ഉണ്ടല്ലോ. എങ്ങനെയാ ടൊയോട്ട വന്നത്? ലീഡർ K. കരുണാകരൻ ഇന്ത്യയുടെ വ്യവസായ മന്ത്രിയായ കാലമായിരുന്നു 95 മുതൽ 97 വരെ, 2 വർഷക്കാലം. അന്ന് അദ്ദേഹം ജപ്പാനിൽ പോയിട്ട് അദ്ദേഹം ടൊയോട്ട കമ്പനിയുമായി ചർച്ച നടത്തി. അങ്ങനെയാണ് ടൊയോട്ട ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ടൊയോട്ട ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇന്നിപ്പോ ക്രിസ്റ്റേ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, K. കരുണാകരൻ എന്ന ദീർഘദർശിയായിട്ടുള്ള ഒരു വ്യവസായ മന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ആ മന്ത്രി അദ്ദേഹം ജപ്പാനിൽ പോയി ചർച്ച നടത്തിയിട്ടാണ് ടൊയോട്ട ഇന്ത്യയിലെത്തിയത്. അതിനുമുമ്പ് ആകുള്ളതൊരു മാരുതി അംബാസഡറാണ്. ഒരു കാർ ബുക്ക് ചെയ്താൽ കിട്ടാൻ ഒരാഴ്ച 10 ദിവസം ഒരാഴ്ചയല്ല, വർഷങ്ങൾ കാത്തിരിക്കണം. ഇപ്പൊ അത് പൈസ ഉണ്ടെങ്കിൽ പോയ അപ്പൊ തന്നെ കാർ വാങ്ങുന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യ എത്തി. അല്ലേ? വലിയ മാറ്റം രാജ്യത്തുണ്ടായി. ഈ രാജ്യം പിറവി കൊള്ളുന്ന സമയത്ത് ഇന്ത്യ എങ്ങനെയായിരുന്നു? ലോകത്തെ ഏറ്റവും ദരിദ്രമായിട്ടുള്ള രാഷ്ട്രമായിട്ടാണ്, പട്ടിണിപ്പാവങ്ങളുടെ രാഷ്ട്രമായിട്ടാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കൈകളിലേക്ക് ഈ രാഷ്ട്രം വന്നു ചേരുന്നത്. ഇതിനൊരു ഭാവിയില്ല എന്ന് ബ്രിട്ടീഷുകാർ തന്നെ പ്രവചിച്ചിരുന്നു. തമ്മിൽ തല്ലി പിരിഞ്ഞു പോകുമെന്ന് പ്രവചിച്ചിരുന്നു. ആ പ്രവചനങ്ങളെ മുഴുവൻ അസ്ഥാനത്താക്കിക്കൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഈ രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഓരോ ഘട്ടത്തിലും ചരിത്രത്തിന്റെ താളുകളിലേക്ക് പുറംതിരിഞ്ഞു നോക്കുന്ന സമയത്ത്
കുറ്റങ്ങളും കുറവുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതാത് കാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ തിരുത്തിയിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, പരസ്യമായിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഗതിവിഗതികളിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള അപഭ്രംശങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, എവിടെയും ന്യായീകരിച്ചിട്ടില്ല. ആ തള്ളിപ്പറയാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, ഔന്നത്യമുണ്ടല്ലോ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന. അതിന്റെ പേരാണ് ജനാധിപത്യം. അഭിപ്രായ വ്യത്യാസമുള്ളവനും ആ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സംവിധാനം ഈ രാജ്യത്തുണ്ടായി. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങൾ നോക്കൂ. തൊട്ടപ്പുറത്ത് നമ്മളോടൊപ്പം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്തും ഈ അവസ്ഥയില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷക്കാലം ഈ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും പുലർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന. ഞങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്ത് ഈ CPM കമ്മ്യൂണിസ്റ്റുകാരാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്താവും? നമുക്ക് ഈ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഒരു പൊതുയോഗം നടത്താൻ പറ്റുമോ? ഉത്തര കൊറിയത്തേക്ക് അവസ്ഥ എന്താ? മുടി വെട്ടുന്നത് പോലും കിം ജോങ് ഉൻ മുടി വെട്ടുന്ന അതേ ശൈലിയിൽ വേണം. നിങ്ങൾ ആലോചിച്ച് പിണറായി വിജയന്റെ ശൈലിയിൽ ജംഷാദൊക്കെ മുടി വെട്ടിയുള്ള അവസ്ഥ എന്തായിരിക്കും? അമ്മാര് നിയമായിരിക്കും വരുന്നത്. പിണറായി വിജയന്റെ ശൈലിയിൽ എല്ലാവരും മുടി വെട്ടണം എന്ന് പറഞ്ഞ അമ്മാതി പിരാന്താണ് ഇവർക്ക്. ഉത്തര കൊറിയയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അങ്ങനെയാണ്, ചൈനയിൽ അങ്ങനെയാണ്. മതസ്വാതന്ത്ര്യമില്ല. നോമ്പെടുക്കാൻ പോലും മുസ്ലിങ്ങളെ അനുവദിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ, അറിയോ? പള്ളിയിലൊക്കെ കാവലാണ് തോക്കെടുത്തിട്ട്. വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗത്തിന് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ സർക്കാർ നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കും. അതിലപ്പുറം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ ചെയ്യില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ കുത്തുബ പ്രസംഗത്തിന് മോഹൻലാർക്ക് ഏരിയ സെക്രട്ടറിയുടെ കത്ത് വന്നാൽ രാവിലെ വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ഇന്ന് ഇതേ പറയാൻ പാടുള്ളൂ, സമ്മതിക്കാൻ പറ്റുമോ? അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചതുകൊണ്ടാണ്. ഈ നാട് റോഡിൽ ഇറങ്ങി നിന്നിട്ട് അല്ലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആരെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം, അതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബാക്കി സൗകര്യങ്ങളോ സുഖലോലുപതയോ ഒന്നുമല്ല. മനുഷ്യന് സ്വതന്ത്രമായ അഭിപ്രായം പറയാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള സിനിമ കാണാനും ഒക്കെയുള്ള അവകാശം ഉണ്ടല്ലോ. ആ അവകാശമാണ് ഏറ്റവും വലിയ കാര്യം. അതിവിടെ തന്നിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പട്ടിണി പാവങ്ങളുടെ ഒരു രാജ്യത്തെ കൈപിടിച്ച് മുന്നോട്ട് നടത്തിയത് എല്ലാ തരത്തിലുള്ള വൈദേശിക അക്രമങ്ങളെയും നേരിട്ടുകൊണ്ട് ചെറുത്തു നിന്നുകൊണ്ട് വിജയിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇപ്പൊ BJP-കാരെന്താ പറയുന്നത്? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് കാണുന്നില്ലേ, എന്തേ കോൺഗ്രസെ നിങ്ങൾ പ്രതികരിക്കാത്ത എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്തിനാ കോൺഗ്രസ് പ്രതികരിക്കേണ്ടത് BJP അല്ലേ, ഭരിക്കുന്ന അവരല്ലേ? കോൺഗ്രസിന്റെ അഭിപ്രായം പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഒരു ബാഗിലൂടെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ സാഹചര്യം ഉണ്ടായല്ലോ. 1971 സമാനമായ സാഹചര്യം ഉണ്ടായി കിഴക്കൻ പാകിസ്ഥാനിൽ. അന്ന് ഇവിടെ ഇരുന്നിട്ട് വെറുതെ 56 ഇഞ്ചിന്റെ ഗീർവാണ പ്രസംഗം നടത്തുകയല്ല ഇന്ദിരാഗാന്ധി ചെയ്ത്, അങ്ങോട്ട് ഇന്ത്യൻ സൈന്യത്തിന് വിടുക ചെയ്തു. അങ്ങോട്ട് സാം മനേക്ഷയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സൈന്യത്തെ വിടുകയാണ് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി. എന്നിട്ട് പാകിസ്ഥാനെ 2 കഷ്ണമാക്കി കൊടുത്തു ആ ധീര വനിത. ഓർമ്മയില്ല? എന്തേ BJP-കാർക്ക് പറ്റില്ലേ? കേന്ദ്രം ഭരിക്കുന്ന നിങ്ങളല്ലേടോ, ചെയ്യ്. എന്നിട്ട് കോൺഗ്രസിന് എന്താ അഭിപ്രായം എന്നാ ചോദിക്കുന്നത്. കോൺഗ്രസ് രാജ്യത്തെ പ്രതിപക്ഷമല്ലേ? ഞങ്ങൾ പറയുന്നു ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തോ അത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും നരേന്ദ്രമോദി. എന്തേ ചെയ്യാത്തത്? പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് എല്ലാ കാലത്തും വിദേശ നയത്തിലടക്കം കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡതയെ കയറി വെല്ലുവിളിക്കാൻ ഏതൊരു വൈദേശിക ശക്തി ഏതൊക്കെ കാലത്ത് ശ്രമിച്ചിട്ടുണ്ടോ അതിശക്തമായ തിരിച്ചടി കൊടുക്കാൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ അരുണാചൽ പ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിൽ എന്തേ കാര്യം വാർത്ത പുറത്തുവിടാത്തത്? ചൈന എവിടെയാ കയറിയിരിക്കുന്നത്? ചൈന ഇന്ത്യക്ക് അകത്തേക്ക് കയറി ഇരിക്കുകയാണ്. അവിടെ പുറത്താക്കാൻ കഴിയുന്നില്ല. അത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ അതെല്ലാം മൂടി വയ്ക്കപ്പെടുന്നു.
ഈ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായിട്ടുള്ള കർഷകരുടെ വിലാപങ്ങളെ പോലും കേൾക്കാതെ അവരെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്തെ കർഷക സമൂഹം വലിയ തോതിൽ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടപ്പോഴും ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. നമ്മൾ കണ്ടതല്ലേ, ഈ രാജ്യത്തെ സർവകലാശാലകളിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർന്നപ്പോ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു. അതേ നയമാണ് കേരളത്തിൽ CPM നടത്തുന്നത്. കേരളത്തിലെ കലാലയങ്ങളിൽ അതുപോലെയുള്ള നയങ്ങളാണ് SFIയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന കാര്യത്തിൽ CPM-ഉം BJP-യും ചേട്ടനും അനുജനുമാണ്. എല്ലാ കാലത്തും അവർ ഒരുമിച്ചിട്ടുണ്ട്. ഇപ്പൊ കാണിക്കുന്നതൊക്കെ വെറും നാടകം മാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പഴയ കാലത്തെ സിനിമകളിൽ ഒരു ക്ലീഷേ കഥയുണ്ട്. എന്താണ്? നസീറും ജയനും അല്ലെ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഒരു അച്ഛനുണ്ടാകും, അമ്മയുണ്ടാകും. ആ വീട്ടിലേക്ക് ദുഷ്ടനായ വില്ലൻ കടന്നു വരികയാണ്. വില്ലൻ കടന്നു വരുന്നു, സംഘടന നടക്കുന്നു, അച്ഛൻ കൊല്ലപ്പെടുന്നു, അമ്മ ഭ്രാന്തിയായി എങ്ങോട്ടോ ഓടിപ്പോകുന്നു. 2 മക്കൾ വേർപിരിയുകയാണ്. 2 മക്കൾ വേർപിരിയുന്ന സമയത്ത് ഒരു മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം ഉണ്ടാവും, മറ്റേ മകന്റെ കയ്യിൽ സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം കഥയുടെ അന്ത്യത്തിൽ ഈ 2 ജയനും നസീറുമായിട്ട് ഇവർ വളർന്നിട്ടുണ്ടാവും. ഇവര് തമ്മിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നു, സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം നസീറിന്റെ കയ്യിലുണ്ട്, മറ്റേ ഭാഗം ജയന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് ഇവർ പരസ്പരം തിരിച്ചത്, ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ്. അവിടെ വെച്ച് വിളിക്കുകയാണ്, ചേട്ടാ അനുജ, കെട്ടിപ്പിടിക്കുകയാണ്. ഇതുപോലെയാണ് സോപ്പ് പൊട്ടിയുടെ ഒരു ഭാഗം അമിത്ഷായുടെ കയ്യിലുണ്ട്, സോപ്പ് പൊട്ടിയുടെ മറ്റേ ഭാഗം വിജയരാഘവന്റെ കയ്യിലുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഇവർ പരസ്പരം കണ്ടുമുട്ടും. അപ്പൊ ഇവർ തമ്മിൽ കെട്ടിപ്പിടിക്കും, ചേട്ടാ അനുജ. ഒരമ്മ പെറ്റ മക്കളാണ്. സലിംകുമാർ പറയുന്ന പോലെ ഒരമ്മ പെറ്റ അളിയന്മാരാണ് CPM-ഉം BJP-യും. ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഞാന് CPM-ൽ പോകാതിരുന്നത്. എന്റെ സുഹൃത്ത് എന്നോട് ചോദിച്ചു, വന്നിട്ട് എന്റെ സുഹൃത്ത് എന്നോട്, സന്ദീപ് തങ്ങൾ CPM-ൽ പോകത്ത് നന്നായി. എന്താ കാരണം എന്നറിയോ? TG രവിനെ പേടിച്ചിട്ട് ബാൽകെ നായരുടെ വീട്ടിലേക്ക് ഓടിക്കയറിയ ജയഭായതിന്റെ അവസ്ഥയാകുമായിരുന്നു നിങ്ങൾക്ക്. 2 ഒന്നല്ലേ? അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ BJP വിട്ട് CPM-ൽ പോകാതെ, അല്ലെ, ഈ സുഹൃത്തുക്കൾ CPM വിട്ട് BJP പോകാതെ കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായം പറയാം, എല്ലാവർക്കും അത്യാവശ്യം പരസ്പരം ട്രോളാം. എനിക്ക് വേണമെങ്കിൽ എൽദോസിനൊന്ന് ട്രോളാം, ഒരു കുഴപ്പമില്ല. മുമ്പ് ഈഗോ ആയിട്ട് എടുക്കൂല, ഇഷാദിന് പറയാം, ഒരു പ്രശ്നമില്ല. ഈഗോ ഇല്ല, അത് ഏറ്റവും വലിയ കാര്യം. ആ സ്വാതന്ത്ര്യം ആണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അതാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം അടിയറ വയ്ക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്. ഇന്ന് ഈ പ്രദേശത്ത് എനിക്ക് തന്ന ഈ ആവേശോജ്വലമായ സ്വീകരണത്തിനും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ എന്നെ ക്ഷണിച്ചതിനും യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ കമ്മിറ്റിയോട് എന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ പോരാട്ടങ്ങൾക്കുള്ള എന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.